കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് നേരെ നടക്കുന്ന കടന്നാക്രമണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. പത്തനംതിട്ടയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച LDF നടത്തിയ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാജു എബ്രഹാം. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെയുള്ള കോൺഗ്രസ് BJP വേട്ടയാടൽ അനുവദിക്കില്ല. കോൺഗ്രസും BJPയും നടത്തുന്ന അതിക്രമ സമരത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. പ്രിയപ്പെട്ട ബിന്ദു മരണമടഞ്ഞത് ദൗർഭാഗ്യകരമായ കാര്യം തന്നെയാണ്. ഒരു കാരണവശാലും അത്തരത്തിലൊരു അപകടം അവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. എന്നാൽ ഇവിടെ നടന്ന പ്രചരണങ്ങൾ എന്തൊക്കെയാണ്? ആ അപകടത്തിന്റെ മറവിൽ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് എത്ര മാർച്ചാണ്? കേരളത്തിലുടനീളമുള്ള സർക്കാർ ആശുപത്രികളുടെ നേരെ കടന്നാക്രമണം മാത്രമല്ല, മുഖ്യധാരയിൽ നിൽക്കുന്ന ചില മാധ്യമങ്ങൾ പോലും സർക്കാർ ആശുപത്രികളെ വളഞ്ഞിട്ട് ആക്രമിച്ചു. അവിടെയാണ് ഞങ്ങൾ ആരോപിക്കുന്നത്, നിങ്ങൾക്ക് ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. വിശദീകരണ യോഗത്തിൽ നാസർ കൊളായി മുഖ്യപ്രഭാഷണം നടത്തി. 15/12/2014 ഇതേ കോട്ടയം മെഡിക്കൽ കോളേജിൽ ലിഫ്റ്റ് തകർന്ന് ഒരു സ്ത്രീ മരിച്ചു. എന്തു ചെയ്തു കോൺഗ്രസ് എന്ന് കേൾക്കട്ടെ. അവിടെ പരാതി കൊടുത്തു, ജനസമ്പർക്ക പരിപാടി. ആ പരാതി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞവരല്ലേ ഈ കോൺഗ്രസ്, ഈ കേരളം ഭരിച്ച UDF. ഇവരിപ്പോഴുണ്ടല്ലോ ഈ നാട്ടില്, ഇവരുടെ ബന്ധുക്കളുണ്ടല്ലോ, ബാക്കിയുള്ളവരുണ്ടല്ലോ. നിങ്ങൾ ചോദിക്ക്, പത്രക്കാർ പോയി ചോദിക്ക്. ജില്ലയുടെ ആരോഗ്യമേഖലയ്ക്ക് വീണ ജോർജ് 970 കോടി രൂപ നൽകി. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സംഭാവന 0 എന്ന് യോഗത്തിൽ LDF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പത്തനംതിട്ട ടൗൺ സ്ക്വയറിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ LDF നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.